ഓൺലൈൻ മൂവ്മെൻ്റായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്നലെ ജന്തർ മന്ദറിൽ നടക്കുകയുണ്ടായി. സ്ഥാപകനായ അഭിജിത്ത് ദീപ് കെ പങ്കെടുത്ത ആ സമരം രാജ്യവും ലോകവും ശ്രദ്ധിച്ചിരുന്നു. ചോദ്യപേപ്പറുകൾ ലീക്കായതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യം. ഓൺലൈനിൽ ഉണ്ടാക്കിയ മുഴുവൻ തരംഗവും സമരരംഗത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ CJPക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ്. CJP ഉണ്ടാക്കാൻ പോകുന്ന വലിയ തലവേദനയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യമുണ്ട്. രാജ്യത്തെ ഇളക്കിമറിക്കാൻ BJPയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ ഈ സമരത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. CJPയുടെ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിജയം അത് അവരുടെ മുദ്രാവാക്യങ്ങളിലുണ്ട്. നഹി ഡറെങ്കെ നഹി ഡറെങ്കെ, ഞങ്ങൾ ഭയക്കുകയില്ല. ഭയം കൊണ്ട് ഒരു പ്രതിഷേധവും നടക്കാത്ത രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ഭീതി എല്ലാവരെയും പിടികൂടിയിരുന്നു. രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു സമരവും ചെയ്യാൻ പറ്റാത്ത വിധം രാജ്യം പരുവപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറി കേന്ദ്ര ഭരണത്തിനെതിരെ, രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ, അവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ, അവരുടെ ഉത്തരവാദിത്വ കുറവിനെക്കുറിച്ച് ഒക്കെ രാജ്യത്തെ ചെറുപ്പക്കാർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് CJP ഉണ്ടാക്കിയ മാറ്റം. വരും നാളുകളിൽ, ഭാവിയിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുകയും സമരം നടത്തുകയും ചെയ്യും. ഇത് വലിയ മാറ്റമാണ്. BJPക്ക് അപകടം ചെയ്യുന്ന ഒരു സമരം അതിനെ ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് ചാണക ചാനലുകൾ തീരുമാനിച്ചത്. എന്നാൽ ആ ചാനലുകളുടെ നറേഷനുകളെ, അവർ ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തകർക്കാൻ CJPക്ക് ഓൺലൈനിൽ സാധിച്ചിട്ടുണ്ട്. IT സെല്ലും ഗോദി മീഡിയകളും പടച്ചുവിടുന്ന കളവുകളെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ സമരത്തിനിറങ്ങിയത് തന്നെ വലിയ വിജയമാണ്. രാഷ്ട്രീയത്തിൽ അസംഭവ്യമായി ഒന്നുമില്ല. ഏകാധിപത്യ പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് എക്കാലത്തും അധികാരം നിലനിർത്താൻ നരേന്ദ്രമോദിക്കും BJPക്കും സാധിക്കുകയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന BJPയുടെ ഭരണം അവസാനിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.